ഹലോ, ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ എത്ര പേർക്ക് റിലേറ്റബിൾ ആയിരിക്കും എന്ന് എനിക്ക് അറിയില്ല. ബട്ട് സ്റ്റിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് റിലേറ്റബിൾ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഞാനേ ഇന്നാളൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നേ. നമ്മുടെ ബ്രസീലിന്റെ ഒരു സ്റ്റോറി ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇത് കണ്ടപ്പോൾ ചില ആന്തരികൾക്ക് ഇൻസെക്യൂരിറ്റി ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് എന്റെ താഴെ വന്നിട്ട് കുറെ കമന്റ് എന്റെ പൂച്ചതിന്റെ ഉള്ളിലേക്ക് സെറ്റിലാക്കി. അപ്പോ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്ന എന്താന്ന് വെച്ചാല്, നിനക്ക് ബ്രസീലിന്റെ ആൾക്കാരുടെ പേരറിയാവോ, ഒരു 5 കളിക്കാരുടെ പേര് പറയാവോ, അല്ലെങ്കിൽ എന്താ പറയാ അവരിട്ടിരിക്കുന്ന ജേഴ്സിയുടെ നിറം എന്താ, ജേഴ്സിയിൽ എന്താ നമ്പർ വരുന്നത്, അവരുടെ കുഞ്ഞമ്മയുടെ പേരെന്താ, അവരിട്ടിരിക്കുന്ന ഷഡ്ഡിയുടെ കളറുണ്ട്, എല്ലാം ചോദിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളോട്. അല്ല, എനിക്ക് മനസ്സിലാകാനായിട്ട് ചോദിക്കാം. നിങ്ങൾ ഈ ബോയ്സ് ഇങ്ങനെ സ്റ്റോറി ഇട്ടാലും നിങ്ങൾ അവരോടൊക്കെ പോയി ചോദിക്കും. എനിക്ക് അറിയാത്തതുകൊണ്ട് ചോദിക്കും. നമ്മൾ ഗേൾസ് ഒന്നും ഇപ്പൊ ബോയ്സ് മേക്കപ്പ് ഫീൽഡിൽ ഇങ്ങനെ അവരെ ഇറങ്ങിയെന്നല്ല പറയുന്നത്. പക്ഷെ മേക്കപ്പ് ഫീൽഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ പോയിട്ട് 5 പ്രോഡക്റ്റിന്റെ പേര് പറഞ്ഞേ ഇതുവരെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ബട്ട് വൈ യു ഗൈസ് ആർ ലൈക്ക് ദിസ്? മനസ്സിലാകാത്ത ഇത്രയ്ക്ക് മഴ നനഞ്ഞിട്ട് പോലും ഞാൻ വന്ന് വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ എന്റെ മനസ്സിൽ അത്രത്തോളം കൊണ്ടു. ഇനി മനസ്സിലാകാത്തോണ്ട് ചോദിക്കുകയാണ്, ഇത് എന്തുമായിട്ട് ഈ ഗേൾസ് ഫുട്ബോൾ കാണുന്നെന്ന് പറയുമ്പോൾ ഇത്രയ്ക്കും ഇൻസെക്യൂരിറ്റി ഇളകി വരാൻ? എല്ലാ ബോയ്സിനും അല്ല പറയുന്നത്, കുറച്ച് ആൾക്കാരുണ്ട്. എന്താണോ എന്തോ എനിക്കൊന്നും അറിഞ്ഞൂടാ. ഇതിപ്പോ നമ്മൾ ഈ 5 പ്ലേയേഴ്സിന്റെ പേര് പറഞ്ഞു തന്നെ ഇരിക്കട്ടെ, അപ്പൊ അവര് പറയും ഗൂഗിളോ ചാറ്റ്ജിപിടിയോ. എന്തുവാണ്? ചിലർക്ക് ഫുട്ബോൾ എന്ന് പറയുന്നത് പാഷൻ ആവാം, പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. ചിലവർക്ക് അത് എന്റർടൈൻമെന്റ് ആണ്, എനിക്കത് എന്റർടൈൻമെന്റ് ആണ്. അതുകൊണ്ട് ഈ ഫുട്ബോൾ കാണാൻ പാടില്ല എന്നുള്ള ഏതെങ്കിലും നിയമം എവിടെങ്കിലും തന്നിട്ടുണ്ടോ? എനിക്കിഷ്ടപ്പെട്ട ഒരു ആരാധകന്റെ സ്റ്റോറി പോലും എടുത്ത് ഇടാൻ പാടില്ല എന്നുള്ള ഏതെങ്കിലും നിയമം വന്നിട്ടുണ്ടോ? ഗൈസ്, ഇനിയെങ്കിലും 2026 ഓട്ടോ പിടിച്ചെങ്കിലും കയറി വരണം കേട്ടോ. ഇങ്ങനെ മറ്റുള്ള ആരാധകനെ പറ്റിയിട്ടും മറ്റുള്ളവരുടെ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ തർക്കിക്കുന്ന ആ സമയം ഉണ്ടെങ്കിൽ ജസ്റ്റ് തിങ്ക് ദാറ്റ് നമ്മളൊക്കെ ആരാധിക്കുന്ന ലെജൻസിന്റെ ലാസ്റ്റ് വേൾഡ് കപ്പാണ്. ആസ്വദിക്കാൻ നോക്കടാ. ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ സ്റ്റോറി വെച്ചുകൊണ്ടിരിക്കുക, അല്ലാതെ മറ്റുള്ളവരുടെ സ്റ്റോറി നോക്കിയിട്ട് 5 ഫുട്ബോൾ പ്ലേയേഴ്സിന്റെ പേര് പറയാനാണ്. ഈ എന്തുവാ ഇത്? ഇതൊന്നും ഈ മറ്റേ അച്ഛനും അമ്മയാണോ എന്ന് തെളിയിക്കാൻ വേണ്ടി DNA ടെസ്റ്റ് എടുക്കുന്ന പോലെ ഒരുമാതിരി ഫുട്ബോൾ പ്ലെയർ ആണോ എന്ന് അറിയാൻ വേണ്ടി എന്തൊക്കെ ടെസ്റ്റുകളാണോ ഇതൊക്കെ? ജസ്റ്റ് എന്റെ ഫീലിങ്സ് ഞാൻ പറഞ്ഞേ ഉള്ളൂ. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് സോറി, വാങ്ങ് കൊടുക്കുന്നുണ്ട് കഥ.